ചേട്ടാ നമ്മുടെ ബസ് പോയോ? ഇല്ല. ആ ശരി. നൗഷ ആ നൗഷാദ്, നീ എപ്പത്തി? 2 ദിവസമായി. സുഖം. സുഖം. നീ എങ്ങോട്ടാ? എനിക്കിവിടെ ഒറ്റപ്പാലം വരെ ഒന്ന് നീ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. എനിക്കവിടെ ഫ്രണ്ടിനെ കാണണം. വാ. നിനക്ക് തിരക്കുണ്ടോ? ഇല്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി ഒരു സാധനം എടുത്തിട്ട് പോവാം. ഓ അതിനെന്താ? പിന്നെ എന്തായി നിന്റെ സിനിമ? ഒന്നും ആയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് ഒറ്റപ്പാലം പോകുന്നു. പിന്നെ എന്തൊക്കെയാണ് നിന്റെ വിഷയം? എന്താടാ ഉറപ്പാണോ കൊണ്ടായിട്ട് എന്താ കാര്യം? എന്താ എന്തിനാ മാം വരാൻ പറഞ്ഞേ? എടാ നമ്മൾ രക്ഷപ്പെട്ടടാ. മനസ്സിലായില്ല. എടാ നമ്മളൊരു സിനിമ ചെയ്യാൻ പോകുന്നു. നമ്മളോ? ആ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ കൂടെ പഠിച്ച നൗഷാദിനെ പറ്റി? അവനെ ഞാൻ നിന്നെ കണ്ടു. അവനിപ്പോൾ പഴയ ആളൊന്നുമല്ല. പുതിയ വീട്, കാറ്, ഫുൾ സെറ്റപ്പ്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മര്യാദ ക്ലാസ്സിൽ വരില്ല. ഇനി വന്നാലോ പുസ്തകം കൊണ്ടുവരില്ല. വാര്യർ മാഷിടന്ന് ചോക്ക് കൊണ്ടുള്ളേറെ എത്രയാ കിട്ടിയിട്ടില്ലെന്നറിയോ? പക്ഷെ അവനിപ്പോൾ കണ്ട പഴയ ആളാണെന്ന് പറയില്ല. അവനാ നമ്മുടെ പ്രൊഡ്യൂസർ. ശരിക്കും? ശരിക്കും. ഞങ്ങൾ ഇന്നലെ ഒരുപാട് സംസാരിച്ചു. അതിനുശേഷം എടുത്ത തീരുമാനമാണത്. നമുക്ക് ദിലീപേട്ടൻ്റെ ഡേറ്റ് കൂടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. കിട്ടും സാറേ. അതിനു മുമ്പ് നമുക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. നൗഷാദ് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കഴിവുണ്ടോ എന്ന് അവൻ അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാ. ശരിയാ, നമുക്ക് നല്ലൊരു സാധനം ചെയ്യണം. എത്രയും വേഗം വേണം. അവൻ പെട്ടെന്ന് തിരിച്ചു പോകും. പെട്ടെന്ന് പറഞ്ഞാ നമ്മളിപ്പോൾ ഏത് സാധനം ചെയ്യാം? നല്ലൊരു ത്രെഡ് വേണ്ടേ? ഞാനന്ന് നിന്നോട് പറഞ്ഞില്ലേ ഒരു എസ്ഐയുടെ മകളെ പീഡിപ്പിച്ചു കൊല്ലുന്നത്? ഏത്? പോലീസുകാരൻ്റെ മകൾ? ആ അത് മതി. അതാകുമ്പോൾ അതിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഇതിലഭിനയിക്കുന്ന കുട്ടിയായിരിക്കും നമ്മുടെ ആദ്യ സിനിമയിലെ നായിക. ഞാൻ സാബുവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ ഏതായാലും അവനൊന്ന് വിളി. ഓക്കെ.
ഹലോ സബേട്ട പറയൂ. ആ അതെ, ഒരു കിടു ചാൻസ് ഒന്നും കിട്ടാ. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. ആ. അമ്മേ. എന്താ അമ്മേ. ആരാ? സാബോട്ടൻ. എവിടെയാ സാബു മോനെ? നീയൊക്കെ ഇപ്പോഴും ഉണ്ടോ? എൻ്റെ ലതാൻറ്റി, നമ്മളൊക്കെ അവിടെ പോനാ. വിളിച്ചൊരു കാര്യം പറയാനാ. ആരതിക്ക് ഒരു ചാൻസ് ഒന്നും കിട്ടാ. എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ട് ഉണ്ടാവും. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാ. ഒന്ന് പോച്ചക്ക, ഇതുപോലെ പല പ്രാവശ്യം പറഞ്ഞിട്ടും എന്നിട്ടും വല്ലതും നടന്നോ? അതേ, ഇതൊരു ഷോർട്ട് ഫിലിമാണ്. ഇത് നോക്കിയാലേ അവിടെ അടുത്ത പടത്തിൽ ചാൻസ് ഉണ്ട്. സാബൊന്നും വെറുതെ പറയില്ലെന്ന് അറിയാലോ അല്ലേ? നടക്കൂ. ഓഡിഷനൊക്കെ ഉണ്ട്. സെലക്ട് ചെയ്ത എല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ. എന്തേ? ആലോചിക്കട്ടെ. നടന്നാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. രക്ഷപ്പെട്ട ആദ്യം ഈ വാടക വീടൊന്ന് മാറണം. അപ്പോൾ ആദ്യ ഷോട്ട്, മോർച്ചറിയിലേക്ക് വരുന്ന SI സ്വന്തം മകളുടെ ഡെഡ് ബോഡി ആണെന്ന് അറിയാതെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ശരി, ഞാൻ പറഞ്ഞു പോകാം. ചാർട്ട് തയ്യാറാക്കാം, വൈകിട്ട് കാണാം. പിന്നെ എവിടം വരെയായ കാര്യങ്ങൾ? സ്ക്രിപ്റ്റ് എല്ലാം ഓക്കെ. ആർട്ടിസ്റ്റുകളോ? നായികയെ കിട്ടിയിട്ടില്ല. വെറുതെ ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യത്തെ വർക്കല്ലേ, ആരും കുറ്റം പറയാൻ പാടില്ലല്ലോ. വേഗം ആവട്ടെ കാര്യങ്ങൾ. 19 തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. 19 തുടങ്ങിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഒരു നോക്കാം. ഇല്ല, 19 തുടങ്ങാം. മാക്സിമം ട്രൈ ചെയ്യാം. നമുക്ക് പെട്ടെന്നൊരു ഓഡീഷൻ നടത്തണം. സാബു എല്ലാം ഏർപ്പാടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ വേഗം ആവട്ടെ. ഓക്കെ അല്ലെങ്കിൽ വിളിക്കാം. ആരതി ശ്രീനിവാസൻ. വരൂ. ആരതി അല്ലേ? അതെ സർ. ഇരിക്കൂ. നിങ്ങൾ സാബു പറഞ്ഞിട്ട് വന്നാണല്ലേ? അതെ സർ. ഇതിനു മുമ്പ് വല്ല വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല സർ, കുറേ ട്രൈ ചെയ്തു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഒരു സീൻ തന്നാ അഭിനയിച്ച് കാണിക്കാൻ പറ്റുമോ? നോക്കാം സർ. നന്ദാ, നീ അങ്ങോട്ടേക്ക്. ആരതി, പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കും രണ്ടുപേരും. ആരതിക്ക് പ്രണയമുണ്ടോ? ഉണ്ട് സർ. ശരി, ഈ നിൽക്കുന്ന ആളാണ് നിങ്ങളുടെ കാമുകൻ. 2 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഇയാളെ കാണുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇയാളോട് പറയേണ്ടതെന്ന് നന്ദൻ പറഞ്ഞു. നന്ദ പറഞ്ഞു കൊടുക്കും. 2 വർഷം, ഒരു കോളില്ല, മെസ്സേജ് ഇല്ല. എന്നിട്ടും നിനക്ക് വേണ്ടി പലതും സഹിച്ച് ഞാൻ കാത്തിരുന്നു. എന്നിട്ടിപ്പോൾ വേറെ കല്യാണം ഉറപ്പിച്ച് വന്നിരിക്കുന്നു. എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുന്നിൽ വരാൻ? പറ. ആരതി ഓക്കെ അല്ലേ? ഓക്കെ സർ. ക്യാമറ ഓക്കെ. 2 വർഷം, ഒരു കോളില്ല, ഒരു മെസ്സേജ് ഇല്ല. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ച് കാത്തിരുന്നു. അവസാനം ഇപ്പോൾ വേറൊരു കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിരിക്കുക. എങ്ങനെ ധൈര്യം വന്നു എൻ്റെ മുന്നിൽ വരാൻ? പറ. ആരതി കൊള്ളാം, നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ടൊന്ന് പറയാൻ പറ്റുമോ? പറയാം സർ. ഒന്ന് നോക്കൂ. രണ്ട് വർഷം, ഒരു കോളില്ല, ഒരു മെസ്സേജ് ഇല്ല. എന്നിട്ട് ഞാൻ എല്ലാം സഹിച്ച് കാത്തിരുന്നു. അവസാനിപ്പോൾ വേറൊരു കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിരിക്കുക. എങ്ങനെ ധൈര്യം വന്നു? പറ പറ. സോറി സോറി. കൊള്ളാം, നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. കാര്യങ്ങൾ സാബുവിനെ വിളിച്ചറിയിക്കാം കേട്ടോ. ആ സാബു. സുദർശൻ പറടാ. ആരതി എന്ന് പേരുള്ള കുട്ടി കുഴപ്പമില്ല. ആണാ? ഓക്കെ ആണെങ്കിൽ 19 ഷൂട്ട് തുടങ്ങാൻ പറ്റുമോ? അത് തുടങ്ങാം. ബാക്കി കാര്യം നോക്കിക്കോ. ഇത് ഞാനേറ്റു. ഓക്കെ, ഞാൻ വിളിക്കാം എന്നാ. ഓക്കെ എന്നാ.
ശരി. ഹലോ വിഷ്ണു, നാളെ ഷൂട്ടിങ് തുടങ്ങാം. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുക. മോളെ അവിടെ എത്തിയിട്ട് വിളിക്കാം. അച്ഛാ അച്ഛാ, പോയിട്ട് വരാം. ഒന്ന് വാ പെണ്ണേ വേഗം. ഇപ്പൊ തന്നെ സമയം വൈകി. എല്ലാവരുടെയും സമ്മതം കിട്ടിയിട്ട് ഒന്നും നടക്കില്ല. അമ്മ എന്തിനാ അങ്ങനെ തിരക്ക് കൂട്ടണേ? ഒന്ന് വാടി. എല്ലാം ഓക്കെയാണ്, പിന്നെന്തിനാ ടെൻഷൻ? എല്ലാം ഭംഗിയായി നടക്കും. ആദ്യത്തെ ഷോട്ട് ഏതാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് തന്നെ. അത് തന്നെ, അതേതാന്ന് ചോദിച്ചു. എല്ലാം ഓക്കെയാണ്, കിടന്നോളൂ, ഒരു കുഴപ്പമില്ല. രാവിലെ നേരത്തെ എഴുന്നേക്കേണ്ടതല്ലേ. നൗഷാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ എല്ലാം എടുത്ത് വയ്ക്കും. നൗഷാദ്, നൗഷാദ്, ആളെണീറ്റില്ലേ? അവനെ കാണാനില്ല. കാണാനില്ലെന്നോ? ആള് താഴെ ഉണ്ടാവും. ഇല്ല, ഞാൻ നോക്കി. ഷൂട്ടിംഗ് നടക്കില്ല. ആള് വരും, എന്തിനാ ടെൻഷൻ അടിക്കണേ? നമുക്ക് വർക്ക് തുടങ്ങാം. ഇല്ല, അവൻ വരില്ല. താഴെ എല്ലാവരും റെഡിയാണ്. നന്ദാ, നീ അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം. എന്ത് കാരണം പറഞ്ഞിട്ടാലും വേണ്ടില്ല, പക്ഷെ എന്നെ അങ്ങോട്ട് വിളിക്കരുത്. നിക്ക്, നീ അവരോട് എന്താ പറയാൻ പോകുന്നത്? പ്രൊഡ്യൂസറുടെ ഫാദർ ഇന്ന് രാവിലെ മരിച്ചു. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഷൂട്ടിംഗ് തുടങ്ങുള്ളൂ.
ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം. നൗഷാദ് ഇക്ക പോയല്ലോ. എപ്പോ? 19-ാം തീയതി ഇക്ക പോയി. എന്തേലും അത്യാവശ്യമായിട്ട് പോയതാണോ? അല്ല, ഇക്കാക്ക് 20 ദിവസത്തെ ലീവല്ലേ ഉള്ളൂ. ശരി. ഞാൻ വീട്ടിൽ പോയി, ബസ് സ്റ്റോപ്പിൽ പോയി, പിന്നെ തോന്നി ഇവിടെ ഉണ്ടാവുന്നു. എന്താ നീ കാര്യം പറ. സാബു വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ? ആരതി ആത്മഹത്യ ചെയ്തു. എന്താ പറഞ്ഞേ? ഇന്നലെ ആരതി ആത്മഹത്യ ചെയ്തു. ആ പെണ്ണിനെന്താ ഭ്രാന്താണോ? നമ്മളല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത്. ആ പെണ്ണിനൊരു വിവരമില്ലെന്ന് തോന്നുന്നത്. മതി, നിർത്ത്. അവളുടെ സ്ഥാനത്ത് ആരായാലും ഇത് തന്നെ ചെയ്യും. എല്ലാത്തിനും കാരണം ഞാനാ. ആരതി പാവം, ഞാനാ എല്ലാത്തിനും കാരണം. എനിക്കാ ഭ്രാന്ത്, എന്റെ ഒടുക്കത്തെ സിനിമാ ഭ്രാന്ത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ നൗഷാനെ കണ്ട ദിവസം അവൻ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഇല്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. ഒരു സിനിമാ സംവിധായകന് വലിക്കില്ല എന്നൊക്കെ പറഞ്ഞാ അതൊന്നും ശരിയല്ല. സിനിമയിലുള്ളവർ എന്തെല്ലാം ചെയ്യുന്നു. അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിലും ഉണ്ടല്ലോ നല്ലവരും അല്ലാത്തവരും. ശരിയാണ്, പക്ഷേ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിൽ, പിടിച്ചു നിൽക്കണമെങ്കിൽ ചിലതൊക്കെ ചെയ്തേ പറ്റൂ. അതൊക്കെ വെറും തോന്നലാണ്. കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവാം. നിനക്ക് കഴിവുണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടെന്തേ ഒന്നും ആയില്ല? അതിന് കഴിവ് മാത്രം പോരല്ലോ, ഭാഗ്യം കൂടി വേണമല്ലോ. അതെപ്പോഴാ തെളിയെന്നറിയില്ല.
അവൻ തേടിക്കൊണ്ടായ എൻ്റെ ഈ നടത്തം. ഇപ്പം നിന്റെ മുന്നിൽ ആ ഭാഗ്യം ഞാൻ കൊണ്ടുവന്നു. ശരിക്കും? ആ, പക്ഷെ എനിക്കെന്താ പ്രയോജനം? അതിപ്പോ വാ പറഞ്ഞു തരാം. ഹേയ്, അത് ശരിയാവില്ല നൗഷ. ഇതിലും അപ്പുറം നടക്കുന്നില്ല സിനിമയിൽ. എനിക്കും അറിയാം കുറേയൊക്കെ. ഉണ്ടാവാം, പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നീ ആലോചിക്കേ. ഓക്കെ ആണെങ്കിൽ ഞാൻ റെഡി. തിരക്കില്ല, നാളെ പറഞ്ഞാൽ മതി. വാ കയറ്. ഇതെല്ലാം ഞാൻ സാബുവിനോട് പറഞ്ഞപ്പോൾ അവനാ പറഞ്ഞ് ധൈര്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒടുവിൽ ഞാൻ മനസ്സില്ലാ മനസ്സോടെ നൗഷാദ് പറഞ്ഞെല്ലാം സമ്മതിച്ചു. അതിങ്ങനെ അവസാനിക്കുമെന്ന് വിചാരിച്ചില്ല. നിനക്കറിയോ ഷൂട്ടിംഗ് നിലയിൽ രാത്രി എന്താ സംഭവിച്ചെന്ന്? എന്താ ആ സാബു വിളിക്കാത്തേ? നൗഷാദേ, അത് വേണോ? ഇതാ സാബു. ആ സാബു, ആ പറയ്, ഞാൻ താഴെയുണ്ട്. നൗഷാദേ, അവൾക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു. അവൾക്ക് മാത്രമല്ല, എനിക്കും നിനക്കും. പക്ഷെ ഒന്നും നടക്കില്ല. നമ്മളൊന്നും ഒന്നും ആവില്ല. അതിന് കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടെ വേണം. മതി, മടുത്തു. നീ പൊയ്ക്കോ. വെറുതെ എൻ്റെ കൂടെ നടന്ന നിന്റെ ജീവിതം കൂടെ പാഴാക്കണ്ട. പൊയ്ക്കോ. വേറെന്തോ ആഗ്രഹിച്ചു, സിനിമ, അത് നീ ഇനി ആഗ്രഹിക്കണം.
സാർ 12 മണിക്കാണ് പ്രോഗ്രാം. ഇപ്പം പോയാലേ നമസ്കാരം, സിറ്റി FM-ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് മറ്റാരുമല്ല, തൻ്റെ കന്നി ചിത്രമായ പ്രയത്നത്തിലൂടെ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സുദർശൻ സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറിനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം, ഈ ചിത്രത്തിന് പ്രയത്നം എന്ന് പേരിടാൻ എന്താണ് കാരണം?